ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പുഞ്ചിരിമറ്റം സ്വദേശിയായ ആലിക്കുട്ടിക്ക് കുടുംബത്തിൽ നിന്ന് 4 പേരെയാണ് നഷ്ടമായത്. ആലിക്കുട്ടി നമുക്കൊപ്പം ചേരുകയാണ്. ആരൊക്കെയാണ് ആ അപകടത്തിൽ മരിച്ചത്? നമ്മളെ ഭാര്യന്റെ 2 ആങ്ങളാര്, ഒരാങ്ങളുടെ ഭാര്യ, ഒരു കുട്ടി, അങ്ങനെ 4 ആളാണ് നഷ്ടപ്പെട്ടത്. പിന്നെ അവര് താഴെ ഞങ്ങളെ കൂടുതലല്ലായിരുന്നു. താഴെ അവര് ഒരിക്കലും അവിടെ വരാൻ സാധ്യതയില്ല എന്നുള്ള സത്യമായിരുന്നു. അപ്പൊ അവിടെ തീർച്ചയായിട്ടും വന്ന് പിന്നെ കൂടി എല്ലാവരും പോയത്. നമ്മളവിടെ ആദ്യം മാറിയതുകൊണ്ട് നമുക്ക് ജീവനം നഷ്ടപ്പെട്ടില്ല. നിങ്ങളെ എങ്ങനെ അവിടുന്ന് മാറാൻ എന്തെങ്കിലും ഒരു അറിയിപ്പുണ്ടായിരുന്നു? പിന്നെ നമ്മളൊരു പൊട്ടുപൊട്ടിയതാണല്ലോ. അപ്പൊ മഴ കൂടുമ്പോ ഞങ്ങൾ അവിടുന്ന് ചിലപ്പോൾ സാധാരണ മാറലുണ്ട്. അങ്ങനെ മാറിയതാ. പിന്നെ അത് ഞാൻ കൂടുതലും അവിടുന്ന് മാറലില്ല. അപ്പൊ കുട്ടികളൊക്കെ നിർബന്ധിച്ച് കൊടുത്താറില്ല. മിക്കവാറും ഞാൻ വീട്ടിൽ നിന്ന് മാറില്ല. അങ്ങനെയായിരുന്നു. അന്ന് എന്താ കുറ്റത്തിന് ഞാൻ മാറി. എങ്ങനെയാണ് ഇപ്പൊ അപകടമൊക്കെ ഓർത്തെടുക്കുന്നത്? അപകടം പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മളവിടുന്ന് മാറിയതല്ലേ. പിന്നത്തെ കാഴ്ചയല്ല കാണുന്നത്, രാവിലത്തെ കാഴ്ചയല്ലേ കാണുന്നത്. രാത്രി അപ്പൊ അവിടെ എല്ലാ ആൾക്കും അതിനെ പറ്റിയിട്ടൊന്നും അറിയാൻ പറ്റൂല. രാത്രി 1 മണി 2 മണിക്കൊക്കെ ഉള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൂടിയാണ് ഇപ്പൊ ഈ വന്ന് അപകടം ഉണ്ടായത്. എല്ലാരും ഒരുവിധം ആളൊക്കെ ആ പുഴയിൽ കൂടി പോകാനുള്ള സാധ്യത ഉള്ളു. അങ്ങനെ കണക്കൂട്ടി. എത്ര ഹൈറ്റിലൊക്കെ വന്ന് പോകുന്ന ആരും ഉദ്ദേശിച്ചില്ല. കുറെ ആളുകൾ ഇപ്പോഴും വാടക വീട്ടിലാണ് കഴിയുന്നത് അല്ലേ? നിങ്ങളുടെ ചുറ്റിലുണ്ടായിരുന്ന പലരും. അതിപ്പോ 278 ആൾക്കാരെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ആയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് അടുത്ത് കൊടുക്കുന്നു പറയണ്ടായി. എന്താണെന്ന് അറിയില്ല അതിനെ പറ്റിയിട്ട്. ഇപ്പൊ മൊത്തം 128 ആൾക്ക് താക്കോൽ എടുത്തിട്ട് അതിൽ കുറച്ച് ആൾക്കാർ വരാണ്ട്, കുറച്ച് ആൾക്കാർ ഫുള്ളാക്കിയിട്ട് വന്നാണ്. ഇനി കുറഞ്ഞ ആൾക്കാരുള്ള വരാനുള്ളൂ. ഇപ്പൊ ഇവിടെ എല്ലാം ആ ഭാഗത്തേക്കാണ് കൂടുതൽ ആളില്ലേ. ഇവിടെ നമ്മൾ ഫസ്റ്റ് തുടങ്ങേണ്ട ഭാഗം. നടക്കുന്ന ഓർമ്മകളാണ് ഓരോരുത്തരും പങ്കുവെക്കുന്നത്. വയനാട്ടിൽ നിന്ന് KC ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.